രസകരമായ ഒരു ആശയമാണ് അമേരിക്ക ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിനെ ട്രംപിന്റെ ബിഗ് ബോസ് എന്ന് സ്ക്വിഡ് ഗെയിം എന്നൊക്കെ നമുക്ക് വിളിക്കാം. സംഭവം ഒരു ടെലിവിഷൻ റിയാലിറ്റി ഷോയാണ്. ഹോസ്റ്റ് ചെയ്യുന്നത് അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷാ വകുപ്പും. അത്യധികം ത്രില്ലിംഗ് ആയ പലവിധ റൗണ്ടുകളിലൂടെയാണ് ഓരോ കണ്ടസ്റ്റന്റും ഈ ഗെയിമിൽ കടന്നു പോകുന്നത്. പൊരുതി ഒടുവിൽ അവശേഷിക്കുന്നവരുടെ കയ്യിലേക്ക് ട്രംപ് സർക്കാർ ഒരു വിശേഷപ്പെട്ട സമ്മാനം വെച്ചു നീട്ടുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അമേരിക്കയുടെ പൗരത്വമായിരിക്കും. കുടിയേറ്റ നിയമങ്ങൾ കടുപ്പിച്ചതിനു ശേഷവും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പൗരത്വം നൽകുന്നുണ്ടെങ്കിൽ അതിന് ചില കഠിന പരീക്ഷകളിലൂടെ കടന്നു പോകണമെന്നാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ആഭ്യന്തര സുരക്ഷാ വകുപ്പ് സെക്രട്ടറി ക്രിസ്റ്റി നോമാണ് ഇത്തരമൊരു ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കുടിയേറിയെത്തുന്നവരുടെ മനോഭാവത്തിലും സ്വഭാവത്തിലും കഴിവിലുമെല്ലാം എത്രത്തോളം അമേരിക്കത്വമുണ്ടെന്നാണ് റിയാലിറ്റി ഷോ അളക്കുന്നത്. ദി അമേരിക്കൻ എന്നാണ് ഷോയുടെ പേര്. അമേരിക്കൻ സംസ്കാരം, അമേരിക്കൻ രീതികൾ, രാജ്യസ്നേഹം മുതലായവയോട് കുടിയേറ്റക്കാർക്ക് എത്രത്തോളം ഇഴുകിച്ചേരാനാകുമെന്നാണ് റിയാലിറ്റി ഷോയുടെ ഉദ്ദേശം. അമേരിക്കൻ പൗരത്വം എന്ന സോക്കോൾഡ് നിധി തേടിയിറങ്ങുന്നവർക്ക് അമേരിക്കയിലെ പലവിധ സംസ്ഥാനങ്ങളിലെ ഓരോ പരീക്ഷണങ്ങളിലായി വിജയിച്ചു വരേണ്ടതുണ്ട്. നാസിയുടെ റോക്കറ്റ് അസംബിൾ ചെയ്തെടുക്കുന്നതും വിക്ഷേപിക്കുന്നതും ഉൾപ്പെടെയുള്ള വിവിധ കഠിന പരീക്ഷണങ്ങളാകും നടക്കുക. ഓരോ ചലഞ്ചുകളുടെയും രസകരമായ ദൃശ്യങ്ങൾ മാത്രം കോർത്തിണക്കി ഇതൊരു റിയാലിറ്റി ഷോയായും അമേരിക്ക സംപ്രേഷണം ചെയ്യും. സിറ്റിസൺഷിപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു കപ്പലിൽ കുടിയേറ്റക്കാർ അമേരിക്കൻ മണ്ണിൽ വന്നിറങ്ങുന്നതോടെയാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. കൂടാതെ വിജയികൾക്ക് 1 മില്യൺ അമേരിക്കൻ എയർലൈൻസ് പോയിന്റുകളും ട്രംപ് നൽകുന്നു. കൂടാതെ $1000 സ്റ്റാർബക്ക് ഗിഫ്റ്റ് കാർഡും ആജീവനാന്തം സൗജന്യ ഗ്യാസോലിനും വിജയിച്ച പുതുപൗരന്മാർക്ക് സ്വന്തമാക്കാം. അമേരിക്കൻ പൗരത്വത്തിന് വേണ്ടി ഇത്ര കഷ്ടപ്പെടണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. എന്നാൽ ഈ കഷ്ടപ്പാടൊക്കെ വെർത്ത് ഇറ്റ് എന്ന് തോന്നുന്നവർക്ക് ധൈര്യമായി അമേരിക്കയുടെ സിറ്റിസൺഷിപ്പ് സ്വന്തമാക്കാം.